എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉത്തർപ്രദേശിൽ ചന്ദോളി ജില്ലയിൽ നൗഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നിങ്ങൾ ഈ കുട്ടികളെ ഒന്ന് നോക്കിക്കേ. ഇതുണ്ടോ? ഇവരുടെ മുഖമൊക്കെ ഒന്ന് നോക്കിക്കേ. ഇതുണ്ടോ? ഈ കുട്ടികളെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഗവൺമെൻറ് ഇവർക്ക് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവരുടെ അടുത്ത് ഇത് എത്തുന്നില്ല. സർക്കാർ കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ്, പുസ്തകം, കോപ്പി, അതുപോലെ ഉച്ചഭക്ഷണം, ഇതെല്ലാം സർക്കാരിൻ്റെ ഫണ്ടിലുണ്ട്. അവിടുന്ന് പൈസ അനുവദിച്ച് വരുന്നുമുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരുടെ അടുത്ത് എത്തുന്നില്ല. ഇതൊന്നും ഇവരുടെ അടുത്ത് എത്തുന്നില്ല. ഇവിടെ എങ്ങും ഒരു മീഡിയക്കാരും വരാറില്ല. ഇവിടെയൊക്കെ ഭരിക്കുന്നത് ഇവിടത്തെയൊക്കെ സ്ഥല MLA-യോ MP-യോ ഒക്കെയാണ്. അവിടുന്ന് വരുന്ന ഫണ്ട്, സർക്കാർ അനുവദിക്കുന്ന ഫണ്ടൊക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് പോവുകയാണ്. ഒരു പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായവൻ അവൻ കോടിക്കണക്കിന് ഇവിടെ ആസ്തിയുള്ളവനായി. ഒരു പ്രാവശ്യം MLA ആയവൻ അവനൊരു 50 തലമുറയ്ക്ക് കഴിയാനുള്ളത് അവനുണ്ടാക്കി. 8ഉം 10ഉം വണ്ടിയിലാണ് ഒരു MLA ഒരു MP ഒക്കെ സഞ്ചരിക്കുന്നത്. ഒരു 10 പേര് തോക്കുധാരികളും കാണും. ഇതൊക്കെ ഈ പിള്ളേർക്ക് വരുന്ന പൈസ എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇത് കണ്ടോ? ഒന്ന് നോക്കിക്കേ. ഇത് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരുവാണ്. ഈ കുട്ടികളുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കിയേ. ഇവർക്ക് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഇവിടെ ലഭിക്കുന്നുണ്ടോ? ഇനി രാഷ്ട്രീയക്കാരുടെ കാര്യം അങ്ങനെ, MP ആയാലും MLA ആയാലും ഇവർക്കൊന്നും ഇവരെ കാര്യം നോക്കാൻ നേരമില്ല. ഇനി പത്രപ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരു റിപ്പ് കൊണ്ടുവരാറായിട്ടില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കണം. നമ്മുടെ ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പലതും നമ്മുടെ പേപ്പറുകളിൽ മാത്രമേ ഉള്ളൂ. ഡൽഹിയോ ബോംബെയോ കൽക്കട്ടയോ ഒക്കെ കണ്ടിട്ട് അതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്, അത് ശരിയായ നടപടിയല്ല. ഗ്രാമങ്ങളിലേക്ക് വരണം. ഈ ഗ്രാമത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള ആളുകൾ, ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രാമത്തിലൊന്നും ഒരു വികസനവും ഇല്ല, ഒരു നല്ല വീടുകളില്ല, കക്കൂസില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നിവിടെ കുട്ടികൾക്കെല്ലാം കമ്പിളി കൊടുക്കാനും കുറച്ച് പഠനോപകരണങ്ങൾ കൊടുക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ഇവരുടെ രക്ഷകർത്താക്കൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ രക്ഷകർത്താക്കൾക്ക് പോലും ഉത്തരവാദിത്വം എന്തോരുണ്ടെന്ന് നോക്കി, ഇവരുടെയൊക്കെ ദേഹം ഇരിക്കും നോക്കി. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളെ കഴിയുന്നിടത്തോളം ആളുകൾ ഇതുപോലുള്ള കുട്ടികളെ ഒക്കെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഈ കുട്ടികൾക്കൊക്കെ ഒരു ജോഡി ഡ്രസ്സ്, ഒരു ഷർട്ടോ ഒരു നിക്കറോ, ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് എണ്ണ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇവരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. കാരണം ഈ കുട്ടികളൊക്കെ നാളെ നമ്മുടെ ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരുമൊക്കെയാണ്. അപ്പം ഒരു വിഭാഗങ്ങൾക്ക് മാത്രം വികസനം ഉണ്ടാകുകയും മന്ത്രിമാരുടെ, MP-മാരുടെ, MLA-മാരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്നു. ഇവരുടെയൊക്കെ അവസ്ഥ നോക്കി. ഇനി ഇവർക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഉച്ചക്കഞ്ഞിയിൽ മുഴുവൻ വെള്ളമാണെന്നാണ് ഈ പിള്ളേർ പറഞ്ഞത്. ഒരു ഇച്ചിര കഞ്ഞി കാണും, ബാക്കി മുഴുവൻ വെള്ളം. സർക്കാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മുകളിൽ നിന്ന് വന്ന് അടുത്തയാൾ വന്ന് ഒരു ബണ്ണ് മേടിച്ചു കഴിഞ്ഞാൽ അത് 10 പേര് കൂടി കടിച്ചു തിന്നതിന് ശേഷം ബാക്കി വേണ്ടി ഇത്ര ഈ പിള്ളേരുടെ അടുത്ത് എത്തുന്നുള്ളൂ. ഈ പിള്ളേർക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നത് വെറും വെള്ളമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഈ പിള്ളേർ തന്നെ പറഞ്ഞാണ്, വെറും വെള്ളമാണ് കിട്ടുന്നത്. അപ്പം ഇത് നോക്കിക്കേ. ഈ പിള്ളേർക്ക് വരുന്ന പൈസയെല്ലാം കൂടെ കട്ടെടുക്കുന്ന ഈ രാഷ്ട്രീയക്കാരെയും അധികാരികളെയും നമ്മൾ എന്താ പറഞ്ഞത്? വാസ്തവത്തിൽ പറഞ്ഞ ഇതൊക്കെ ഒരു നാണം കെട്ട പരിപാടിയല്ലേ. ഇവർക്ക് വരുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റി അവർ വീടുകൾ, ബംഗ്ലാവ് വെക്കുന്നു, വണ്ടി മേടിക്കുന്നു, പുതിയ പുതിയ സംവിധാനങ്ങൾ ചെയ്യുന്നു.
ഇതൊക്കെ എന്ത് നാണം കെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടോ, ഈ പിള്ളേരുടെയൊക്കെ അവസ്ഥ കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒരു 10 പിള്ളേരെങ്കിലും പഠിക്കും. ഒരു ടീച്ചറിനെ വെക്കുന്നതിന് 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ടീച്ചർ പഠിപ്പിക്കും. നമ്മളൊരു ചെറിയ ഒരു തുക ഇവർക്ക് ഏതാണ്ട് ഒരു 4000-5000 രൂപ കൊടുത്താൽ ഈ ടീച്ചർ ഈ കുട്ടികളെ പഠിപ്പിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഒരു 10 സ്ഥലത്ത് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് നമുക്ക് കുറച്ച് യൂണിഫോമോ ഉടുപ്പോ നിക്കറോ പേസ്റ്റോ ബ്രഷോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു സഹോദരൻ്റെ സഹായമാണ്. ഇപ്പോൾ അവർക്ക് കമ്പിളി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ സഹായിച്ചാണ് ഇവർക്ക് നമ്മൾ ഈ കോപ്പിയും പെൻസിലും റബ്ബറും കട്ടറും എല്ലാം കൊടുത്തത്. ഈ ടീച്ചറിനെയും വെച്ചിട്ടുണ്ട്. ഈ ടീച്ചറിൻ്റെ ജോലിയാണ് ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെയെങ്ങും ഈ പറയുന്ന എന്ത് വികസനമാണുള്ളത്? ടൗണുകളിൽ വികസനമുണ്ട്, ഇല്ലെന്നല്ല. ഗവൺമെൻറ് ഇതിന് ഫണ്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടൊന്നും ഇവരുടെ അടുത്ത് എത്തുന്നില്ല, ഈ കുട്ടികളുടെ അടുത്തുന്നില്ല. ഇതുപോലൊരു 300 പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളൊരു ചെറിയ സ്കൂൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും പിന്നെ ആരെങ്കിലും തരുന്ന സഹായങ്ങളൊക്കെ ചേർന്നാണ് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇന്ന് ഞാൻ രാവിലെ ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്റർ, ഒരു 3-4 ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി ഒരു കൺവെൻഷൻ മീറ്റിംഗ് പോകുന്ന കണ്ടു. എനിക്ക് കണ്ടപ്പം എനിക്ക് വലിയ സങ്കടം തോന്നി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുക, പാസ്റ്റർമാർക്കും Z+ കാറ്റഗറി സുരക്ഷയായി. അവരൊക്കെ വലിയ പാസ്റ്റർമാരും വലിയ ആളുകളൊക്കെ നല്ലപോലെ സുഖിച്ച് ജീവിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതാണ് സുവിശേഷം. ഇവരെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നിരുന്നു നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ്, നീ എപ്പോൾ വന്നു? ഇതുപോലെ ഈ ചെറിയവർക്ക് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണം. ഇവർക്കൊക്കെ നല്ല ആചാര്യ മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇവരെ നാളെ നമ്മുടെ ഭാരതത്തിൻ്റെ നല്ലൊരു സിറ്റിസണായിട്ട് ഇവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഈ കൺവെൻഷന് വേണ്ടിയിട്ട് പ്രത്യാശോത്സവത്തിന് 3 കോടി രൂപ മുടക്കി പുട്ടടിച്ച് തീർത്തു. അടുത്തത് ക്രൂസൈഡ് നടത്തുന്നു. 31-ാം തീയതി നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്നു കൺവെൻഷൻ കൂട്ടായ്മ. കോടിക്കണക്കിന് രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ കളഞ്ഞ് നശിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ കൃത്യമായ മറുപടി ദൈവസന്നിധി കൊടുക്കേണ്ടി വരും ആളുകൾ. ഈ കൺവെൻഷൻ കൂട്ടായ്മയും കുടച്ചക്രമൊക്കെ പരിപാടിയൊക്കെ നിർത്ത്. ഈ കുറേ ഈ ഇത് മറ്റൊന്ന് ഇതുപോലെയുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതാണ് സുവിശേഷം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സേവിക്കുക, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക, ദരിദ്രരെ കണ്ടാൽ അവർക്ക് സഹായം ചെയ്യുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, രോഗികൾക്ക് ആശുപത്രി പോകാൻ പൈസ കൊടുക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഫോട്ടോയെല്ലാം അടിച്ച് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വലിയ പരിപാടി നടത്തുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രസാദവും ഇല്ല. മനസ്സിലായോ? ഈ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോഴാണ് നമുക്ക് ഓരോ അവസ്ഥകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ചിലരുടെയെങ്കിലും കണ്ണുകൾ തുറക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലേലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് സംതൃപ്തിയുണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ വർഷം ഞാൻ ഏതാണ്ട് 700-800-ലധികം കമ്പിളി വിതരണം ചെയ്തു. ഈ വർഷം ഇപ്പോൾ കമ്പിളി വിതരണങ്ങളുടെ തുടക്കമായി. ഏതാണ്ട് ഇപ്പോൾ തന്നെ ഒരു 500 കമ്പിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ അർഹതപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. മനസ്സിലായോ? അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യസ്നേഹിയായിത്തീരുന്നത്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ ഒന്ന് നോക്കിക്ക്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. बच्चों इधर देखो, आपको कॉपी 3 कॉपी दिया, रबर दिया, कटर दिया, पेंसिल दिया, उसी में एक बिस्किट भी है. देखिए आप लोग रोज यहाँ आना है, समझ में आया कि नहीं? ये मैडम आपको पढ़ाएंगे, समझे ना बात? आपके लिए बोर्ड लाया है बैठने के लिए. देखिए माच भी लाया है, ठीक है? ये माच में बैठ कर आप लोग पढ़ना है. रोज नहाना है, समझ में आया कि नहीं? नहा धोकर अच्छा से आप लोग यहाँ शाम को आना है पढ़ने के लिए. पढ़ने के लिए आएगा कि नहीं? बीच बीच में हम लोग आएंगे, आपको कुछ ना कुछ तो देते रहेंगे. समझ में आया कि नहीं? आप लोग पढ़ना है. पढ़ने के बाद यहाँ से ये गांव से बाहर जाकर टाउन में जाकर कॉलेज में पढ़ना है, डिग्री लेना है. डिग्री लेने के बाद आपको अच्छा नौकरी मिलेगा. अच्छा नौकरी, कुछ लोग पुलिस बन जाएंगे, कुछ लोग आर्मी में चल जाएंगे, कुछ लोग डॉक्टर हो जाएंगे, कुछ लोग नर्स हो जाएंगे. ऐसे आप लोगों को पढ़ाई आगे आगे निकलना चाहिए. समझ में आया कि नहीं? हाँ हमारा ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കണ്ടേ? ഈ സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്?
ഇവിടുത്തെ ടീച്ചർമാർ ഭൂരിഭാഗം പേര് രാവിലെ വരുന്നു, വൈകുന്നേരം വീട്ടിൽ പോകുന്നു, ശമ്പളം മേടിക്കുന്നു. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറ്റക്കാരനാകും, കൊള്ളരുതാത്തവനാകും. ये टीचर मैडम इन लोगों को अच्छा से पढ़ाइएगा, अच्छा से पढ़ाइएगा मैडम। देखिए रोज आपको आना है, इनको अच्छा से पढ़ाइए, हमारा देश के बारे में पढ़ाइए, देश का है तो स्कूल में अक्षर नहीं मालूम है। अच्छा देखिए 2 महीने के बाद हम आ जाएंगे, 1 महीने के बाद आ जाएंगे, तब तक आप लोग पूरा अक्षर सीखना है, ABCD और हिंदी अक्षर सीखना है, 1 2 3 सीखना है। समझ में आया कि नहीं हैं? ओके हाँ ठीक है। ले लो बेटा प्रीति कूड़ा कंबली कूड़ा नोड़ अमृता ज्योति आनंद पकड़ो पकड़ो उसको, पकड़ो पकड़ो, ले लो ले लो ले लो। संजन संजन आओ आओ चलो चलो। मनोज मनोज कौन है? चलो उधर से आओ 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 या इधर देखिए बाद में संध्या संध्या इसमें एक ही कौन है संध्या। हाँ जाओ जाओ आगे इधर आओ। चलो बेटा दोनों लोग को भेजिए, सब एक एक कप एक तो इसमें कमल रवि रवि कौन है? चलो और रवि भेजो उसको आगे। हमारी बहन है ना? ये कंबल इसको ये अलग ये बच्ची कौन निकाले कंबल नहीं इसको बांध देंगे। रूपा एक रूपा नहीं ऊपर नहीं है ये। पूजा 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 ये उन्हें घर का ही ना, ये उन्हें घर का ही ना, देखा है सबको मिलेगा। ज्योति ज्योति कौन है? रूपा के इधर से आओ, इधर से। रूपा को बोला रूपा रूपा कौन कौन ये घर के हैं? ये दोनों तो एक ही घर के हैं। कौन कौन इन्हीं के घर के, रूपा और ये। नहीं विशाल या कंचन। अरे ये तो बता रही है बच्ची। मैडम जी तुम्हारी बहन है। कमल तुम्हारा क्या नाम है जी? ए लड़की क्या नाम है? ये अलग से नाम है, अलग से नाम है। संध्या